സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയും യാത്രക്കാർക്ക് ഏറെ പുതുമകളും ഒരുക്കി തിരൂർ മഞ്ചേരി റൂട്ടിൽ ലാവർണ ബസ് എത്തുന്നു. ഒരു റിപ്പോർട്ട്. മഞ്ചേരി 42 കിലോമീറ്റർ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് പിന്നിടുന്നു. പൊതുനിർദ്ദേശങ്ങൾ. നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഗതാഗത നിയമങ്ങൾ പാലിക്കുക. തിരൂർ മഞ്ചേരി റൂട്ടിൽ 6 ട്രിപ്പുകളാണ് ലാവർണ ബസ്സിനുള്ളത്. തിങ്കളാഴ്ച മുതലാണ് ബസ് സർവീസ് ആരംഭിക്കുക. ആദ്യ ദിനത്തിലെ എല്ലാ റൂട്ടിലും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയും ആദ്യം ടിക്കറ്റ് എടുക്കുന്ന 500 യാത്രക്കാർക്ക് സമ്മാനങ്ങളും ഒരുക്കിയാണ് ബസിന്റെ യാത്ര. കൂടാതെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ സ്ഥലങ്ങളിലേക്കുള്ള ദൂരവും യാത്രക്കാരുടെ സുരക്ഷാ മുന്നറിയിപ്പും നൽകും. യാത്രക്കാർക്ക് പരാതിപ്പെടാൻ കംപ്ലയിന്റ് ബോക്സും വൈഫൈ സംവിധാനവും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ബസ്സുടമ പരുത്തിക്കുന്നൻ ഷാഫി പറഞ്ഞു. വൈഫൈ ഫെസിലിറ്റി, ഓൺ ബോർഡ് അനൗൺസ്മെന്റ്, ഫ്ലൈറ്റ് അനൗൺസ്മെന്റുമായിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. പിന്നെ നല്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ലുക്കിംഗ് ഉണ്ട്. ഇനാഗുറേഷൻ പ്രമാണിച്ച് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സൗജന്യം. ആദ്യത്തെ ദിവസം ആദ്യം കയറുന്ന 500 പേർക്ക് പേന സൗജന്യം. 17 വർഷമായിട്ട് ഗൾഫിൽ റെൻ്റൽ ബിസിനസ്, ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ ഹെഡായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് കൺസെപ്റ്റീവായിട്ട് അതുപോലെ തന്നെ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ കൂടുതൽ അപകടം നടക്കുന്ന ഏരിയകളിൽ ഉള്ള കൂടുതൽ ബസ്സുകൾ എടുത്തിട്ട് ഈ മത്സര ഓട്ടം ഒഴിവാക്കാനുള്ള പ്ലാനുണ്ട്. തിരൂരിൽ നിന്ന് രാവിലെ 6:35, 11:10, 3:30, മഞ്ചേരിയിൽ നിന്ന് 8:37, 12:45, 5:45 എന്നീ സമയങ്ങളിലാണ് സർവീസ് ആരംഭിക്കുക. 30 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ബസ്സിൽ ബത്ത ഏർപ്പെടുത്താതെ മാസശമ്പളത്തിനാണ് ജീവനക്കാരെ വെച്ചിരിക്കുന്നത്. ഇതിനാൽ മത്സര ഓട്ടം കുറയുമെന്നാണ് ബസ് ഉടമയുടെ പ്രതീക്ഷ. കൂടാതെ ജീവനക്കാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. മത്സര ഓട്ടം നടത്തുന്നവർക്ക് ലാവർണ നിരത്തിൽ ഒരു മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കാം. अपनी सुरक्षा और आराम सुनिश्चित करने के लिए यातायात नियमों का पालन जरूर करें. शिकायत और सुझाव पहुंचाने के लिए अपने खत शिकायत बॉक्स में डालें या हमें lavarnatraders@gmail.com पर ईमेल. നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഗതാഗത നിയമങ്ങൾ പാലിക്കുക. സന്ദീപ് നായർ, ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ.